ഹജ്ജ് ഉംറ സിയാറത്ത് നിർവഹിക്കേണ്ടുന്ന വിധം. എഴുതിയത് ഷെയ്ഖുൽ ഹദീസ് അബ്ദുൽ കരീം മൗലാന. ഹജ്ജിന് ഇഹ്റാം ചെയ്യൽ 3 വിധമുണ്ട്. ഒന്ന്, ഹജ്ജിനു വേണ്ടി മാത്രം ഇഹ്റാം കെട്ടി പോകൽ. ഇതിന് ഇഫ്രാദ് എന്ന് പറയപ്പെടുന്നു. 2, ഹജ്ജിനും ഉംറയ്ക്കും ഒരുമിച്ച് ഇഹ്റാം കെട്ടൽ. ഇതിന് ഖിറാൻ എന്ന് പറയപ്പെടുന്നു. 3, ഉംറയ്ക്ക് വേണ്ടി മാത്രം ഇഹ്റാം കെട്ടിപ്പോയി മക്കയിലെത്തി ഉംറയുടെ അമലുകൾ നിർവഹിച്ച ശേഷം പുരുഷന്മാർ മുടി കളഞ്ഞും സ്ത്രീകൾ മുടി വെട്ടിയും ഇഹ്റാമിൽ നിന്ന് ഒഴിവാകുകയും പിന്നീട് ദുൽഹജ്ജ് 8-ന് ഹജ്ജിന് ഇഹ്റാം കെട്ടി ഹജ്ജിൻ്റെ അമലുകൾ നിർവഹിക്കുകയും ചെയ്യുക. ഇതിന് തമത്തു എന്ന് പറയപ്പെടുന്നു. സാധാരണക്കാരെ സംബന്ധിച്ചിടത്തോളം മൂന്നാമത് പറഞ്ഞ രൂപമാണ് എളുപ്പവും സൂക്ഷ്മകരവും ആയതുകൊണ്ട് മൂന്നാമത്തെ രൂപം മാത്രമാണ് ഇവിടെ വിവരിക്കുന്നത്. ഹജ്ജിന് പുറപ്പെടുന്നതിന് മുമ്പായി എല്ലാവിധ കടബാധ്യതകളിൽ നിന്നും പൂർണ്ണമായി ഒഴിവാകുകയും പാപങ്ങളിൽ നിന്നും നിഷ്കളങ്കമായി പശ്ചാത്തപിക്കുകയും ചെയ്യേണ്ടതാണ്. യാത്ര പുറപ്പെടുന്നതിന് മുമ്പും യാത്ര പുറപ്പെട്ടതിന് ശേഷവും ദാനധർമ്മങ്ങൾ ചെയ്യുന്നത് നല്ലതാണ്. യാത്ര പുറപ്പെടാൻ വിചാരിക്കുമ്പോൾ യാത്രയുടെ 2 റക്അത്ത് സുന്നത്ത് നമസ്കരിച്ച് ദുആ ചെയ്ത് പുറപ്പെടണം. വീട്ടിൽ നിന്നും പുറപ്പെടുമ്പോൾ ഈ ദുആ ഓതി പുറപ്പെടുക. ബിസ്മില്ലാഹി ആമൻതു ബില്ലാഹി തവക്കൽതു അലല്ലാഹി ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്. വിമാനമാർഗം ഹജ്ജിന് പോകുന്നവർ വിമാനത്തിൽ കയറുന്നതിന് മുമ്പായി ഇഹ്റാം കെട്ടുന്നതാണ് നല്ലത്. താമസിക്കുന്ന സ്ഥലത്തു നിന്നോ എയർപോർട്ടിൽ നിന്നോ ഇഹ്റാം കെട്ടാവുന്നതാണ്. ബോർഡിംഗ് കാർഡ് കിട്ടിയ ശേഷം ഇഹ്റാം കെട്ടലായിരിക്കും ഉത്തമം. കാരണം എന്തെങ്കിലും കാരണവശാൽ വിമാനം ക്യാൻസലായി പോയാൽ ഇഹ്റാമിൽ തന്നെ കഴിയേണ്ടി വരും. സാധാരണക്കാർക്ക് അത് പ്രയാസകരമായിരിക്കും. ഇഹ്റാം കെട്ടുന്നതിനുള്ള ഒരുക്കങ്ങൾ: നഖം മുറിക്കുക, താടി ഒതുക്കുക, കക്ഷത്തിലെയും ഗുഹ്യഭാഗത്തെയും രോമങ്ങൾ നീക്കം ചെയ്യുക, ഇഹ്റാമിൻ്റെ കുളി എന്നുള്ള നിയ്യത്തിൽ സോപ്പോ മറ്റോ ഉപയോഗിച്ച് നന്നായി അഴുക്കു തേച്ച് കളഞ്ഞ് കുളിക്കുക. അശുദ്ധിയുള്ള സ്ത്രീകൾക്കും കുളി സുന്നത്താണ്. തലമുടിയും താടിയും പൊഴിയുവാനുള്ളതെല്ലാം പൊഴിഞ്ഞു പോകത്തക്ക നിലയിൽ ചീർപ്പ് കൊണ്ട് നന്നായി ചീകുക. സ്ത്രീകൾ അവരുടെ തലമുടി നന്നായി ചീകി കെട്ടുക. മുടി അഴിഞ്ഞു പോകാതെയും പറന്നു പോകാതെയും ടവൽ പോലുള്ള ഏതെങ്കിലും തുണി കൊണ്ട് നന്നായി ഒതുക്കി കെട്ടുന്നത് നല്ലതാണ്. ഇഹ്റാമിന് മുമ്പ് സുഗന്ധ വസ്തുക്കൾ പൂശുന്നത് സുന്നത്താണ്. ഇഹ്റാം കെട്ടുന്ന വിധം: കുളിച്ച ശേഷം പുരുഷന്മാർ ഇഹ്റാമിൻ്റെ 2 വസ്ത്രങ്ങൾ ധരിക്കണം. ഒന്ന് ഉടുക്കുകയും മറ്റൊന്ന് പുതയ്ക്കുകയും ചെയ്യണം. സ്ത്രീകൾക്ക് ഇഹ്റാമിൻ്റെ പേരിൽ പ്രത്യേകമായി ഒന്നും ധരിക്കുവാനില്ല. അവർ മുഖവും മുൻകൈയും ഒഴികെ ശരീരം മുഴുവൻ മറയത്തക്ക വിധം വസ്ത്രങ്ങൾ ധരിച്ചാൽ മതി. ഇഹ്റാമിൻ്റെ വസ്ത്രം ധരിച്ചതിന് ശേഷം ഇഹ്റാമിൻ്റെ സുന്നത്തായ നമസ്കാരം ഞാൻ അള്ളാഹുവിനു വേണ്ടി നമസ്കരിക്കുന്നു എന്നുള്ള നിയ്യത്തിൽ 2 റക്അത്ത് നമസ്കരിക്കണം. ഈ നമസ്കാരത്തിൽ പുരുഷന്മാർക്കും തല മറയ്ക്കാവുന്നതാണ്. കാരണം ഇഹ്റാമിൻ്റെ നിയ്യത്തിന് ശേഷമാണ് തല മറയ്ക്കാൻ പാടില്ലാതെയാകുന്നത്. നമസ്കരിച്ച് സലാം വീട്ടിയ ശേഷം പുരുഷന്മാർ തലയിൽ നിന്നും തുണി മാറ്റുകയും ഇഹ്റാമിനു വേണ്ടി അപ്രകാരം നിയ്യത്ത് ചെയ്യുകയും വേണം. അല്ലാഹുമ്മ ഇന്നി ഉരീദുൽ ഉംറത ഫയസ്സിർഹാ ലീ വതഖബ്ബൽഹാ മിന്നി. അല്ലാഹുവേ, ഞാൻ ഉംറയ്ക്ക് നിയ്യത്ത് ചെയ്യുന്നു, എനിക്ക് അതിനെ നീ എളുപ്പമാക്കി തരികയും എന്നിൽ നിന്നും അതിനെ നീ സ്വീകരിക്കുകയും ചെയ്യണമേ. നിയ്യത്ത് ചെയ്ത ഉടൻ തന്നെ 3 പ്രാവശ്യം തൽബിയത്ത് ചൊല്ലുകയും 1 പ്രാവശ്യം സ്വലാത്ത് ഓതുകയും വേണം. തൽബിയത്ത് ഇപ്രകാരമാണ്: ലബ്ബൈക് അല്ലാഹുമ്മ ലബ്ബൈക് ലബ്ബൈക ലാ ശരീക ലക ലബ്ബൈക് ഇന്നൽ ഹംദ വന്നിഅമത ലക വൽ മുൽക്ക് ലാ ശരീക ലക്. പുരുഷന്മാർ ഉറക്കെയും സ്ത്രീകൾ പതുക്കെയും തൽബിയത്ത് ചൊല്ലേണ്ടതാണ്. അശുദ്ധിയുള്ള സ്ത്രീകൾ ഖിബിലയ്ക്ക് അഭിമുഖമായി ഇരുന്ന് നിയ്യത്ത് ചെയ്യുകയും തൽബിയത്ത് ചൊല്ലുകയും വേണം. ഇത്രയും കാര്യങ്ങൾ കൊണ്ട് ഇഹ്റാമായി തീരുന്നതാണ്. ഇഹ്റാം കെട്ടിയ ശേഷം സൂക്ഷിക്കേണ്ട കാര്യങ്ങൾ: ഇഹ്റാം കെട്ടിയ ശേഷം തല മറയ്ക്കുക, തുന്നിയ വസ്ത്രങ്ങൾ ധരിക്കുക, കയ്യുറ ധരിക്കുക, മണവസ്തുക്കൾ പൂശുക, മുടി ചീകുക, താടിരോമം പൊഴിയുന്ന വിധത്തിൽ താടിയുടെ ഇടയിൽ കൈവിരൽ കടത്തുക, സോപ്പ് തേക്കുക, ശരീരം തേച്ച് കുളിക്കുക മുതലായവ പാടില്ലാത്തതാകുന്നു. ഭാര്യാഭർത്താക്കൾ തമ്മിലുള്ള ബന്ധങ്ങളും എല്ലാവിധ സല്ലാപങ്ങളും നിഷിദ്ധമാണ്. പുരുഷന്മാർ കാൽപാദത്തിൻ്റെ മുകൾ ഭാഗം മറയുന്ന രീതിയിലുള്ള ചെരുപ്പ് ധരിക്കാനും പാടില്ലാത്തതാണ്.
തുന്നിയ വസ്ത്രങ്ങൾ ധരിക്കുവാനോ തലമറയ്ക്കുവാനോ പാടുള്ളതല്ല എന്ന നിയമത്തിൽ നിന്നും സ്ത്രീകൾ ഒഴിവാണ്. ഇഹ്റാമിന് ശേഷം എല്ലാ പാപകരമായ കാര്യങ്ങളും പാടേ വർജിക്കേണ്ടതാണ്. ഇഹ്റാം കെട്ടിയ ശേഷം ഏറ്റവും ശ്രേഷ്ഠമായ ദിക്റായ തൽബിയത്ത് കൂടുതലായി എപ്പോഴും ചൊല്ലിക്കൊണ്ടിരിക്കണം. ഉറക്കത്തിൽ നിന്നും ഉണരുമ്പോഴും കൂട്ടുകാരെ കണ്ടുമുട്ടുമ്പോഴും ഉയർന്ന സ്ഥലത്തേക്ക് കയറുമ്പോഴും താഴേക്ക് ഇറങ്ങുമ്പോഴും നിൽക്കുന്നയാൾ ഇരിക്കുമ്പോഴും ഇരിക്കുന്നയാൾ എഴുന്നേൽക്കുമ്പോഴും രാവിലെയും വൈകിട്ടും നമസ്കാരങ്ങൾക്ക് ശേഷവും തൽബിയത്ത് പ്രത്യേകം ചൊല്ലേണ്ടതാണ്. ജിദ്ദയിൽ നിന്നും മക്കയിലേക്കുള്ള യാത്ര. ജിദ്ദയിൽ നിന്നും മക്കയിലേക്ക് പോകുമ്പോൾ വളരെ ഭയഭക്തിയോടുകൂടി ദിക്ർ, തൽബിയത്ത് മുതലായവ ചൊല്ലിക്കൊണ്ടു പോകേണ്ടതാണ്. ഹറമിൻ്റെ അതിർത്തിയിലേക്ക് പ്രവേശിക്കുമ്പോൾ ദുആ ചെയ്യണം. മക്കയിൽ എത്തിക്കഴിഞ്ഞാൽ സാധനങ്ങൾ ഭദ്രമായി സൂക്ഷിച്ചു വെച്ച ശേഷം ഉംറയുടെ അമലുകൾ നിർവഹിക്കേണ്ടതാണ്. ഉംറയുടെ അമലുകളിൽ ആദ്യത്തെ അമൽ തവാഫാണ്. തവാഫ് ചെയ്യുന്ന സമയത്ത് വുളു ഉണ്ടായിരിക്കണം. തവാഫിൽ ഔറത്ത് മറയ്ക്കൽ നിർബന്ധമാണ്. സ്ത്രീകളുടെ പാദവും കൂടി ഔറത്തായതുകൊണ്ട് അവർ തവാഫ് ചെയ്യുമ്പോൾ കാലുറ ധരിക്കേണ്ടതാണ്. തവാഫ് ചെയ്യുന്ന വിധം. തവാഫിനു വേണ്ടി മസ്ജിദുൽ ഹറാമിലേക്ക് വലതുകാൽ വെച്ച് അല്ലാഹു മഫ്തഹ്ലി അബ്വാബ റഹ്മത്തിക ഫഗ്ഫിർലി ദുനൂബി എന്ന ദുആ ഓതി പ്രവേശിക്കണം. ബാബു സലാമിൽ കൂടി പ്രവേശിക്കൽ സുന്നത്താണ്. മസ്ജിദുൽ ഹറാമിലേക്ക് പ്രവേശിക്കുമ്പോൾ കഅബയെ കാണുന്നതാണ്. കഅബയെ ആദ്യമായി കാണുമ്പോൾ ദുആ കബൂലാകുന്ന സന്ദർഭമായതുകൊണ്ട് കഅബയെ കണ്ട ഉടൻ അവിടെ നിന്നും സമാധാനമായി അറിയാവുന്ന ഭാഷയിൽ ദുആ ചെയ്യണം. കഅബയെ കണ്ട ഉടൻ 2 കൈകൾ ഉയർത്തി അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ ലാ ഇലാഹ ഇല്ലല്ലാഹു അല്ലാഹു അക്ബർ എന്ന് പറയുകയും സ്വലാത്ത്, ദുആ മുതലായവ ഓതുകയും വേണം. ദുആയ്ക്ക് ശേഷം തവാഫ് തുടങ്ങുന്നതിനായി ഹജറുൽ അസ്വദിൻ്റെ ഭാഗത്തേക്ക് പോകണം. മക്കയിൽ പോയ ഉടനെ ആദ്യമായി ചെയ്യുന്ന തവാഫ് ഉംറയുടെ തവാഫായതുകൊണ്ട് ഈ തവാഫിൻ്റെ ആദ്യ 3 ചുറ്റലിൽ പുരുഷന്മാർ കാലടുപ്പിച്ചടുപ്പിച്ച് ചവിട്ടിയും 2 തോളുകളും കുലുക്കിയും വേഗത്തിൽ നടക്കുന്നതും അവരുടെ 2ാം മുണ്ട് വലത്തെ കക്ഷത്തിനടിയിലൂടെ എടുത്ത് ഇടത്തെ തോളിന് മുകളിലിടുന്നതും തവാഫിൻ്റെ 7 ചുറ്റലിലും സുന്നത്താണ്. സ്ത്രീകൾക്ക് ഇവ രണ്ടും ഇല്ലാത്തതാകുന്നു. ആയതുകൊണ്ട് പുരുഷന്മാർ 2ാം മുണ്ട് വലത്തെ കക്ഷത്തിനടിയിലൂടെ എടുത്ത് ഇടത്തെ തോളിന് മുകളിലിട്ട് ഹജറുൽ അസ്വദിനെ പൂർണ്ണമായും തൻ്റെ വലതുഭാഗത്താക്കിക്കൊണ്ട് കഅബയ്ക്ക് അഭിമുഖമായി നിന്ന് ഇപ്രകാരം നിയത്ത് ചെയ്യണം: അല്ലാഹുവേ, ഞാൻ ഉംറയുടെ തവാഫ് ചെയ്യാൻ കരുതുന്നു. ഇതിനെ എനിക്ക് നീ എളുപ്പമാക്കി തരികയും എന്നിൽ നിന്നും സ്വീകരിക്കുകയും ചെയ്യണമേ. നിയത്ത് ചെയ്ത ശേഷം അല്പം വലത്തോട്ട് നീങ്ങി ഹജറുൽ അസ്വദിൻ്റെ നേരെ നിൽക്കുകയും 2 കൈകളെയും ഹജറുൽ അസ്വദിൽ വെച്ചതായി സങ്കല്പിച്ചുകൊണ്ട് അവ രണ്ടിനെയും നമസ്കാരത്തിൽ ഉയർത്തുന്നത് പോലെ ഉയർത്തി ബിസ്മില്ലാഹി അല്ലാഹു അക്ബർ ലാ ഇലാഹ ഇല്ലല്ലാഹു വലില്ലാഹിൽ ഹംദ് എന്ന് പറഞ്ഞുകൊണ്ട് 2 കൈകളും മുത്തണം. ഇങ്ങനെ 3 പ്രാവശ്യം മുത്തുക. ഇങ്ങനെ മുത്തുന്നതിന് ശേഷം മുത്തുന്നതിന് ഇസ്തിലാം എന്ന് പറയുന്നു. ഇസ്തിലാം ചെയ്ത ശേഷം തവാഫ് തുടങ്ങേണ്ടതാണ്. തവാഫിൽ അതാത് സ്ഥലങ്ങളിൽ ഓതേണ്ട ദുആകൾ അറിഞ്ഞുകൂടാത്തവർ സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു അല്ലാഹു അക്ബർ ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അദീം എന്ന് ഓതിക്കൊണ്ട് തവാഫ് ചെയ്യണം. ഹജറുൽ അസ്വദിൽ നിന്നും തവാഫ് തുടങ്ങി 3ാമത്തെ മൂലയ്ക്ക് റുക്കുനുൽ യമാനി എന്ന് പറയും. അവിടെ വരുമ്പോൾ ആൾക്കൂട്ടമില്ലെങ്കിൽ ആ മൂലയെ തൊട്ടുമുത്തുന്നത് സുന്നത്താണ്. തവാഫ് ചെയ്തുകൊണ്ടിരിക്കുന്ന അവസരത്തിൽ ആദ്യം മുതൽ അവസാനം വരെയും കഅബ തൻ്റെ ഇടതുഭാഗത്ത് തന്നെ ആയിരിക്കേണ്ടതാണ്. തവാഫിൽ ഹജറുൽ അസ്വദിനെ ഇസ്തിലാം ചെയ്യുന്ന അവസരത്തിൽ മാത്രമേ കഅബയെ അഭിമുഖീകരിക്കാൻ പാടുള്ളൂ. ഹജറുൽ അസ്വദിൽ നിന്ന് തുടങ്ങി ഹജറുൽ അസ്വദിൽ മടങ്ങിയെത്തുമ്പോൾ 1 ചുറ്റ് പൂർത്തിയായി. ഓരോ പ്രാവശ്യവും ഹജറുൽ അസ്വദിൽ വരുമ്പോഴും നേരത്തെ വിവരിച്ച പ്രകാരം ഹജറുൽ അസ്വദിനെ ഇസ്തിലാം ചെയ്യണം. ഇങ്ങനെ 7 ചുറ്റ് പൂർത്തിയായാൽ അവസാനമായി ഹജറുൽ അസ്വദിനെ ഇസ്തിലാം ചെയ്തു കഴിഞ്ഞ് മഖാമു ഇബ്രാഹീമിൻ്റെ പുറകിൽ പോയി 2 റക്അത്ത് നമസ്കരിക്കണം. മഖാമു ഇബ്രാഹിം തൻ്റെ മുന്നിലാക്കിക്കൊണ്ട് എത്ര പുറകോട്ട് വേണമെങ്കിലും നിന്ന് നമസ്കരിക്കാവുന്നതാണ്. ആൾക്കൂട്ടം കുറവാണെങ്കിൽ കഴിയുന്നതും മഖാമു ഇബ്രാഹിമിൻ്റെ അടുത്ത് തന്നെ നിന്ന് നമസ്കരിക്കാൻ ശ്രമിക്കണം. ആദ്യത്തെ റക്അത്തിൽ ഖുൽ യാ അയ്യുഹൽ കാഫിറൂൻ എന്ന സൂറത്തും
രണ്ടാമത്തെ റക്അത്തിൽ ഖുൽ ഹുവല്ലാഹു അഹദ് എന്ന സൂറത്തും ഓതുന്നത് സുന്നത്താണ്. മഖാമു ഇബ്രാഹീമും ദുആ കബൂലാകുന്ന സ്ഥലങ്ങളിൽ വളരെ പ്രധാനപ്പെട്ട സ്ഥലമാണ്. ആയതുകൊണ്ട് നമസ്കരിച്ച ശേഷം എല്ലാ കാര്യങ്ങൾക്കു വേണ്ടിയും അവിടെ വെച്ച് ദുആ ചെയ്യണം. ദുആ കഴിഞ്ഞ് സംസം വെള്ളം കുടിക്കാൻ വേണ്ടി പോകണം. സംസം വെള്ളം ബിസ്മി പറഞ്ഞ് കഅബയ്ക്ക് അഭിമുഖമായി നിന്ന് കുടിക്കണം. ഒന്ന് കുടിച്ച് നിർത്തിയിട്ട് രണ്ടാമത് കുടിക്കുന്നതിൻ്റെ ഇടയിൽ അൽഹംദുലില്ലാഹ് എന്ന് പറയണം. സംസം വെള്ളം കൂടുതൽ കുടിക്കുന്നത് ഈമാനിൻ്റെ അടയാളമാണ്. ആയതുകൊണ്ട് സാധിക്കുന്നിടത്തോളം അത് കുടിക്കണം. സംസം വെള്ളം കുടിക്കുമ്പോൾ ഈ ദുആ ഓതുന്നത് സുന്നത്താണ്. അല്ലാഹുമ്മ ഇന്നി അസ്അലുക ഇൽമൻ നാഫിഅൻ വറിസ്ഖൻ വാസിഅൻ വശിഫാഅൻ മിൻ കുല്ലി ദാ. സംസം കിണറും ദുആ കബൂലാകുന്ന സ്ഥലങ്ങളിൽപ്പെട്ടതാണ്. ആയതുകൊണ്ട് അവിടെയും എല്ലാ കാര്യങ്ങൾക്കു വേണ്ടിയും പ്രത്യേകം ദുആ ചെയ്യണം. ഇപ്പോൾ ഈ സൗകര്യം എടുത്തു കളഞ്ഞതുകൊണ്ട് സംസം കുടിച്ച ശേഷം എല്ലാ കാര്യങ്ങൾക്കു വേണ്ടിയും ദുആ ചെയ്യണം. അതിനുശേഷം തിരക്ക് കുറവാണെങ്കിൽ മുൽത്തസമിൽ, അതായത് ഹജറുൽ അസ്വദിനും കഅബയുടെ വാതിലിനും ഇടയിലുള്ള ഭാഗം മുൽത്തസമിൽ വന്ന് ദുആ ചെയ്യണം. അതും ദുആ കബൂലാകുന്ന സ്ഥലങ്ങളിൽപ്പെട്ടതാണ്. ഉംറയുടെ അമലുകളിൽ രണ്ടാമത്തേത് സഅയാണ്, അതായത് സൊഫ മർവ മലകളുടെ ഇടയിലുള്ള നടത്തം. സഅയ് ചെയ്യുന്നതിനു വേണ്ടി ഹജറുൽ അസ്വദിൻ്റെ അടുക്കൽ വരികയും മുമ്പ് പറഞ്ഞ നിലയിൽ ഹജറുൽ അസ്വദിനെ ഇസ്തിലാം ചെയ്യുകയും വേണം. അത് കഴിഞ്ഞ് മസ്ജിദുൽ ഹറാമിൻ്റെ ബാബു സൊഫായിൽ കൂടി സൊഫായിലേക്ക് പ്രവേശിക്കണം. സൊഫായിലേക്ക് പ്രവേശിക്കുമ്പോൾ ഇന്ന സഫാ വൽ മർവത എന്ന് തുടങ്ങുന്ന ആയത്ത് ഓതൽ സുന്നത്താണ്. സൊഫായിൽ നിന്ന് നോക്കിയാൽ കഅബ കാണത്തക്ക നിലയിൽ മുകളിലേക്ക് കയറി നിന്ന് ഇപ്രകാരം നിയത്ത് ചെയ്യണം: സഫ മർവയുടെ ഇടയിൽ 7 പ്രാവശ്യം സഅയ് ചെയ്യുവാൻ ഞാൻ കരുതുന്നു. അല്ലാഹുവേ, എനിക്കതിനെ എളുപ്പമാക്കി തരികയും എന്നിൽ നിന്നും നീ ഇതിനെ സ്വീകരിക്കുകയും ചെയ്യണമേ. അതിനുശേഷം കഅബയിലേക്ക് തിരിഞ്ഞു നിന്ന് ദുആയ്ക്ക് വേണ്ടി കൈകൾ ഉയർത്തുന്നത് പോലെ തോളോടൊപ്പം 2 കൈകളും ഉയർത്തി അല്ലാഹു അക്ബർ, ലാ ഇലാഹ ഇല്ലല്ലാഹ്, അൽഹംദുലില്ലാ ഇവ ഉച്ചത്തിൽ ചൊല്ലുകയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മേൽ സ്വലാത്ത് പതുക്കെ ചൊല്ലുകയും വേണം. സ്ത്രീകൾ എപ്പോഴും എല്ലാ ദുആക്കളും പതുക്കെ ചൊല്ലേണ്ടതാണ്. ഏതാണ്ട് 25 ആയത്ത് ഓതി തീർക്കുന്ന സമയത്തോളം സൊഫായിൽ നിന്ന് തനിക്കും മറ്റുള്ളവർക്കും എല്ലാ ഖൈറുകൾക്കു വേണ്ടിയും ദുആ ചെയ്യണം. ദുആ കഴിഞ്ഞ് സാധാരണ നടത്തത്തിൽ സഫായിൽ നിന്നും മർവയിലേക്ക് നടക്കണം. ഈ നടത്തത്തിൽ തനിക്കറിയാവുന്ന ഏത് ദുആ വേണമെങ്കിലും ഓതാവുന്നതാണ്. എന്നിരുന്നാലും റബ്ബി ഗഫർ വർഹം വതജാവസ് അമ്മാ തഅലം ഇന്നക അന്തൽ അഅസുൽ അക്രം എന്ന ദുആ ഓതൽ വളരെ ശ്രേഷ്ഠമായതാണ്. പച്ച ലൈറ്റ് ആയിക്കഴിഞ്ഞാൽ അടുത്ത പച്ച ലൈറ്റ് വരെയും വേഗത്തിൽ നടക്കേണ്ടതാണ്. വേഗത്തിൽ ഓടുന്നതും മറ്റുള്ളവരെ ബുദ്ധിമുട്ടിക്കുന്നതുമെല്ലാം തെറ്റായ കാര്യങ്ങളാണ്. സ്ത്രീകൾ സാധാരണ നിലയിൽ നടന്നാൽ മതിയാകും. മർവയിൽ എത്തിക്കഴിഞ്ഞാൽ മുകളിലേക്ക് കയറി അല്പം വലത്തേക്ക് തിരിഞ്ഞ് കഅബയ്ക്ക് അഭിമുഖമായി നിൽക്കണം. സൊഫായിൽ ഓതിയതുപോലെ ഇവിടെയും അല്ലാഹു അക്ബർ, ലാ ഇലാഹ ഇല്ലല്ലാഹ്, അൽഹംദുലില്ലാ എന്നീ ദിക്റുകൾ ചെയ്യുകയും ദുആ ചെയ്യുകയും വേണം. അവിടെ നിന്നും സാധാരണ നടത്തത്തിൽ സഫയിലേക്ക് വരണം. പച്ചത്തൂണുകൾക്കിടയിൽ വേഗത്തിൽ നടക്കണം. സൊഫയിലും മർവയിലും നേരത്തെ പറഞ്ഞതുപോലെ നിൽക്കുകയും മേൽ പറഞ്ഞതുപോലെ ചെയ്യുകയും വേണം. സൊഫയിൽ നിന്നും മർവയിലേക്കുള്ള നടത്തം 1, മർവയിൽ നിന്നും സൊഫയിലേക്കുള്ള നടത്തം 2. ഇങ്ങനെ 7 പ്രാവശ്യം സൊഫാ മർവയുടെ ഇടയിലുള്ള സഅയ് പൂർത്തിയാക്കണം. സഫയിൽ നിന്നും മർവയിലേക്കുള്ള നടത്തം 1, മർവയിൽ നിന്നും സഫയിലേക്കുള്ള നടത്തം 2. ഇങ്ങനെ 7 പ്രാവശ്യം സഫ മർവ മലകളുടെ ഇടയിലുള്ള സഅയ് പൂർത്തിയാക്കണം. മർവയിൽ വെച്ച് 7ാമത്തേത് പൂർത്തിയാകുന്നതാണ്. സഅയ് കഴിഞ്ഞ് മസ്ജിദുൽ ഹറാമിൽ എവിടെയെങ്കിലും സഅയിൻ്റെ 2 റക്അത്ത് നമസ്കരിക്കൽ സുന്നത്താണെന്ന് ഫുഖഹാക്കളിൽ ചിലർ പറഞ്ഞിട്ടുണ്ട്. നമസ്കാരത്തിന് ശേഷം പുരുഷന്മാർ തലമുടി കളയുകയും സ്ത്രീകൾ എല്ലാ മുടിയുടെയും തുമ്പ് കിട്ടത്തക്ക വിധം കൂട്ടിപ്പിടിച്ച് 1 വിരൽ അഗ്രത്തോളം മുടി വെട്ടിക്കളയുകയും വേണം. ഇങ്ങനെ മുടി വെട്ടുന്നതിന് ഹലാലാകുക എന്ന് പറയപ്പെടുന്നു. പുരുഷന്മാർ മുടി കളയുകയും സ്ത്രീകൾ മുടി വെട്ടുകയും ചെയ്യുന്നതോടെ ഇഹ്റാമിൽ നിന്നും ഒഴിവാകുന്നതാണ്. ഇതിന് തഹല്ലുൽ എന്ന് പറയും. ഇപ്പോൾ ഇഹ്റാം കൊണ്ട് നിഷിദ്ധമായിരുന്ന എല്ലാ കാര്യങ്ങളും അനുവദനീയമായി തീരുന്നതാണ്. പുരുഷന്മാർ മുടി മുഴുവൻ വെട്ടണം. ചില മുടികൾ മാത്രം വെട്ടിയാൽ മതി എന്ന് പറയുന്നത് സൂക്ഷ്മത കുറവും സുന്നത്തിന് മാറ്റവുമാണ്. സൂക്ഷ്മതയില്ലാത്തവർ ഇങ്ങനെ ചെയ്യുന്നത് കണ്ട് നാം അതിനെ അനുകരിക്കരുത്. ഹനഫി മദ്ഹബ് അനുസരിച്ച് കുറഞ്ഞത് ആകെ മുടിയുടെ 1/4 ഭാഗം വെട്ടിക്കളയുകയോ
വടിച്ചു കളയുകയോ ചെയ്യാതിരുന്നാൽ ഇഹ്റാമിൽ നിന്നും ഒഴിവാകുന്നതല്ല. സ്ത്രീകൾ തങ്ങളുടെ മുടി അന്യപുരുഷന്മാരെ കൊണ്ട് വെട്ടിക്കുകയോ അന്യപുരുഷന്മാരുടെ മുന്നിൽ വെച്ച് വെട്ടുകയോ ചെയ്യരുത്. സ്ത്രീകളുടെ മുടിയും ഔറത്താണ്. ഭർത്താവിനെ കൊണ്ട് വെട്ടിക്കുന്നതിൽ തെറ്റൊന്നുമില്ല. ഇത്രയും കാര്യങ്ങൾ കൊണ്ട് ഉംറ തീർന്നു.